ഹലോ, എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് പനിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് വൈകിയത്. എം.എസ്. സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ഈ മൂക്കുത്തി കാണാനായിരുന്നു. എന്നെപ്പോലെ അവരുടെ മൂക്കുത്തി ഫാൻസായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അത് മാത്രമല്ല, എൻ്റെ അമ്മൂമ്മയ്ക്ക് ബ്ലൂ കളറിൽ കല്ല് വരുന്ന ഒരു ക്യൂട്ട് മൂക്കുത്തി ഉണ്ടായിരുന്നു. അതിട്ട് കഴിയുമ്പോൾ തന്നെ അമ്മൂമ്മയുടെ മുഖത്ത് ഭയങ്കര ഐശ്വര്യമായിരുന്നു. അങ്ങനെ ഒരു മൂക്കുത്തി ഫാനായി മാറിയ ഒരാളാണ് ഞാൻ. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള മൂക്കുത്തി വരുന്നുണ്ടല്ലേ. നമ്മുടെ തമിഴ് അമ്മൂമ്മമാരൊക്കെ ഇടുന്ന പോലത്തെ ഇങ്ങനെ കിരികിരാ മുത്തൊക്കെ വരുന്ന രീതിയിലുള്ളത്. പിന്നെ 4, 5 കല്ല്, 3 കല്ലിൻ്റെ, പിന്നെ സ്റ്റാർ ഷേപ്ഡ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മൂക്കുത്തി ഇപ്പോൾ അവൈലബിളാണ്. അതല്ലാതെ തമിഴ്നാട്ടിലെ കോലം വരയ്ക്കുന്ന മോഡലിലുള്ള മൂക്കുത്തി വരെ ഇപ്പം അവൈലബിളാണ്. അതല്ലാതെ ആത്തൻകുടി എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയാമല്ലോ, ടൈലൊക്കെ ഉണ്ടാക്കുന്ന മിക്കവർക്കും അറിയാമായിരിക്കും. ആ ടൈലിൻ്റെ ഷേപ്പിൽ വരെയുള്ള മൂക്കുത്തി അവൈലബിളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നവരത്നക്കല്ല് പതിച്ച നല്ല സൂപ്പർ മൂക്കുത്തി. അതല്ലാതെ ഹാഫ് മൂൺ വരുന്ന ചന്ദ്രക്കല പോലത്തെ മൂക്കുത്തി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മൂക്കുത്തികൾ വിൽക്കുന്ന ഒരു പേജാണ്, ഇൻസ്റ്റാ പേജാണ് മൂക്കുത്തി ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ചെന്നൈ ബേസ് ആയിട്ടുള്ള ഈ ഒരു പേജ് കുറച്ച് ദിവസത്തിനകം നമ്മുടെ കൊച്ചിയിൽ ഒരു ഷോ നടത്തുന്നുണ്ട്. മൂക്കുത്തി ഷോ എന്നാണ് അതിൻ്റെ പേര്. 8 to 10 ഓഗസ്റ്റാണ് ഇവരുടെ ഈ ഷോ നടക്കുന്നത്. പ്യുവർലി ഗോൾഡിൽ വരുന്ന മൂക്കുത്തി ആയിരിക്കും ഇവരുടെ കളക്ഷനിൽ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് റേഞ്ച് എന്താണെങ്കിലും ഒരു 20,000-ൻ്റെ മേളിലായിരിക്കും. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കാനുള്ള കാരണം ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ സൈനപ്പ് ചെയ്യാൻ പോയപ്പോഴേക്കും അവർ ചോദിച്ച ഒരു 3-4 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേ അവർ ചോദിക്കും നമ്മുടെ ഏത് സൈഡിലാണ് മൂക്ക് കുത്തിയിരിക്കുന്നതെന്ന്. അത് മാത്രമല്ല, സ്ക്രൂ ഉള്ള ടൈപ്പാണോ അതോ വയറ് രീതിയിലുള്ള മൂക്കുത്തിയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ. ഇത്രയും കെയർ എടുത്ത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, അതും നമ്മുടെ കൊച്ചിയിൽ ഇവർ വരുമ്പോൾ നമ്മളൊന്ന് പോയി കാണണ്ടേ. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് പോയി കാണുക. മൂക്കുത്തി പ്രാന്തുള്ളവർക്ക് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.